ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. തുഹ്ഫത്തുൽ മുഹ്താജ്, രണ്ടാം വാള്യം, പേജ് 24. സാധാരണ സഹിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ പ്രയാസമനുഭവിക്കുന്നവന് അവൻ എങ്ങനെ ഇരുന്നാലും ശരി ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി വലൗ നഹല, അങ്ങനെയുള്ള ഒരു അശക്തൻ എഴുന്നേൽക്കുകയാണെങ്കിൽ, മുതജശ്ശിമൻ അൽ മശഖത്ത, പ്രയാസം സഹിച്ചവനായി എഴുന്നേൽക്കുകയാണെങ്കിൽ, ലം തജുസ് ലഹു, അവന് ജായിസല്ല, അൽ ഖിറാഅത്തു, ഓത്ത് ജായിസല്ല, ഫീ നുഹൂലിഹി, അവന്റെ ഉയർച്ചയിൽ. അവൻ ഖിയാമിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള ആ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓത്ത് ജായിസല്ല. കാരണം ലിഅന്നഹു ദൂനുൽ ഖിയാമി, കാരണം ആ ഉയർച്ച ഖിയാമിന്റെയും താഴെയാണ്. അസ്വാഇരി ഇലൈഹി, ആ ഖിയാമിലേക്ക് അവൻ എത്തിച്ചേരുന്നതേ ഉള്ളൂ, ഇപ്പോൾ എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഖിയാമിന്റെയും താഴെയുള്ള ഒരു ദർജയാണ് ആ ഉയർച്ച. ആ ഉയർച്ചയിൽ ഫാത്തിഹയും മറ്റും ഓതൽ അവന് ജായിസല്ല. എന്നാൽ വ ഖൗലുൽ ഫതാ വമൻ തബിയഹു, ഇമാം ഫതയും അവരോട് പിന്തുടർന്നവരുടെയും വാക്കാകുന്നത്. എന്താണ് വാക്ക്? തുജ്സിഉഹു, ആ ഉയർച്ചയിൽ ഓതിയാലും മതിയാകും എന്ന് പറയാൻ കാരണം ലിഅന്നഹു അഅലാ മിനൽ ഖുഊദി, അത് ഇരുത്തത്തിനേക്കാൾ ഉയർന്നതല്ലേ. അല്ലദീ, എങ്ങനെയുള്ള ഇരുത്തം, ഹുവ ഫർളുഹു, അവന് ഇരുത്തമാണല്ലോ ഫർള്. പ്രയാസമുള്ള ആജിസിന് ആദ്യമേ ഇരുന്ന് നിസ്കരിക്കാലോ, അത്രയല്ലേ ഫർളുള്ളൂ. ആ ഖുഊദിനേക്കാൾ ഉയർന്ന ഒരു സമയമാണല്ലോ അവന്റെ ഉയർച്ച. അപ്പോൾ അത് മതിയാകും എന്ന അവരുടെ അഭിപ്രായമാകുന്നത് യുറദ്ദു, ആ അഭിപ്രായത്തെ ഗണ്ണിക്കപ്പെടും. എന്ത് പറഞ്ഞുകൊണ്ട്? ബി അന്നഹു ഇന്നമാ യകൂനു ഫർളഹു, ഖുഊദ് അവന്റെ ഫർള് ആയിത്തീരും. മാദാമ ഫീഹി, ഖുഊദിൽ ഇരുത്തത്തിലാകുമ്പോൾ മാത്രമാണ്, ഇരുത്തത്തിലാകുമ്പോൾ എല്ലാം അത് ഫർളാണ്. അതേസമയം ഇരുന്നിട്ടില്ല, ഇരുത്തത്തിൽ നിന്ന് ഉയർന്നു പോകുമ്പോൾ അത് ഫർളല്ല. അതുകൊണ്ട് ആ ഉയർച്ചയിൽ ഓതുന്നത് ഫർളായ ഖുഊദിനേക്കാൾ അഅലയാണ് എന്ന് പറയാൻ പറ്റുകയില്ല. അശക്തനാണെങ്കിൽ ഖഅദ, അവൻ ഇരിക്കാം, കൈഫ ശഅ, എങ്ങനെ ഇരുന്നാലും. ഇഫ്തിറാഷാവട്ടെ, തവറുക്കാവട്ടെ, അല്ലെങ്കിൽ കാല് നീട്ടിക്കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ തറബ്ബു ആവട്ടെ, എങ്ങനെയും ഇരിക്കാം. നിൽക്കുന്നവന്റെ അതേ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഈ ഇരിക്കുന്നതിന്റെ മുമ്പ് അവന് രോഗമൊന്നുമില്ലായിരുന്നു, അന്ന് അവൻ കാഫിറായിരുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തിയവനായിരുന്നു. എന്നാൽ പോലും ഉദ്റുള്ള സമയത്ത് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഖായിമിന്റെ കൂലി അവന് കിട്ടുന്നതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഏത് ഇരുത്തമാണ് അഫ്ളൽ? വഫ്തിറാഷുഹു, ഈ ആജിസായ വ്യക്തി ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കൽ. വലവിമ്രഅത്തൻ, അത് പെണ്ണാണെങ്കിലും ശരി. ഫീ മഹല്ലി ഖിയാമിഹി, ഇപ്പൊ നൃത്തത്തിന് പകരമായി ഇരിക്കുന്ന രൂപമാണ് പറയുന്നത്. അപ്പോ അവന്റെ
ഖിയാമിന്റെ മഹല്ലിൽ ഖിയാമിന് പകരമായി ഖിയാമ് അശക്തമായതുകൊണ്ട് ഇരിക്കുകയാണ്. ആ മഹല്ലിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം, അത് ഫി ഫർലിൻ ഫർലിലാവട്ടെ, ഔ നഫ്ലിൻ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിലാവട്ടെ, സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യമേ ഇരുന്നാലും മതി. അപ്പോൾ ഖിയാമിന്റെ മഹല്ലിൽ ഉള്ള ആ ഇരുത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് അഫ്ളലു, ഇഫ്തിറാഷാണ് അഫ്ളൽ. എന്തിനേക്കാൾ? മിൻ തവറുക്കിഹി, തവറുക്കിനേക്കാൾ. ഇഫ്തിറാഷ് എന്താണെന്ന് ശേഷം പറയുന്നുണ്ട്. ഇടത്തെ കാലിന്റെ പുറം ഭാഗം നിലത്ത് വെച്ച് ആ കാലിന്മേൽ കാല് വിരിച്ചു വെച്ച് വലത്തുകാൽ നാട്ടിയും വെച്ചുള്ള ഇരുത്തം, അതാണ് തവറുക്കിനേക്കാൾ അഫ്ളൽ. തവറുക്ക് എന്ന് പറഞ്ഞാൽ ചന്തിഭാഗം നിലത്ത് വെച്ചുള്ള ഇരുത്തത്തേക്കാൾ അഫ്ളൽ ഇഫ്തിറാഷാണ്. വക്കദ, ഇപ്രകാരം തന്നെ, മിൻ തറബ്ബുഇഹി, തറബ്ബു ചന്ദനപ്പടിയിട്ടുള്ള ഇരുത്തം, വലത്തെ കാൽ ഇടത്തെ തുടയുടെ താഴെയും ഇടത്തെ കാൽ വലത്തെ തുടയുടെ താഴെയുമായിട്ട് ഉള്ള ഇരുത്തം, ചന്തി രണ്ടും നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം, അതാണ് തറബ്ബു. ആ ചന്ദനപ്പടിയുള്ള ഇരുത്തം അതിനേക്കാളും അഫ്ളലാണ് ഇഫ്തിറാഷ് ഫിൽ അൽഹരി, പ്രബലമായ അഭിപ്രായം അനുസരിച്ച്. തറബ്ബുവോ ഇഫ്തിറാഷോ അഫ്ളൽ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തറബ്ബുവിനേക്കാൾ അഫ്ളൽ ഇഫ്തിറാഷാണ്. എന്തുകൊണ്ട്? ലി അന്നഹുൽ മഅഹൂദു, ആ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് അറിയപ്പെട്ടത്. ഫി ഗൈരി മഹല്ലിൽ ഖിയാമി, ഇതിപ്പോ ഖിയാമിനെ തൊട്ട് പകരമായിട്ട് ഖിയാമിന്റെ സ്ഥാനത്തുള്ള ഖുഊദിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഖിയാമിന്റെ മഹല്ല് അല്ലാത്ത മറ്റെല്ലാ ഇരുത്തങ്ങളിലും ആ ഇഫ്തിറാഷാണ് അറിയപ്പെട്ടത്. അതായത് അവസാന അത്തഹിയാത്ത് അല്ലാത്ത ആദ്യത്തെ അത്തഹിയാത്തിലും ഇടയിലെ ഇരുത്തത്തിലും ഒക്കെ അറിയപ്പെട്ട് അതാണ്. ഫി ഗൈരി മഹല്ലിൽ ഖിയാമി, ഖിയാമിന്റെ മഹല്ല് അല്ലാത്തടത്ത് അറിയപ്പെട്ടത്. ആ ഗൈറിൽ നിന്ന് മാ അദ തശഹുദൽ അഖീറ, അവസാനത്തെ അത്തഹിയാത്ത് ഒഴിച്ചുള്ള, അവസാനത്തെ അത്തഹിയാത്തിൽ തബറുക്കിന്റെ ഇരുത്തമാണ്. അതാണ് ഒരു കാരണം. തറബ്ബുവിനേക്കാൾ ഇഫ്തിറാഷ് അഫ്ളലാവാനുള്ള ഒരു കാരണം അതാണ്. മറ്റൊരു കാരണം വലി അന്നഹുല്ലദീ തഅഖിബുഹുൽ ഹറക്കത്തു, മാത്രവുമല്ല ഇഫ്തിറാഷിന്റെ ഉടനെ ഹറക്കത്ത് വരും, ചലനം വരും. നമുക്ക് ഇനി റുക്കൂയിൽ പോവാനുണ്ട്, ഇത്തിദാൽ പോവാനുണ്ട്, സുജൂദിലേക്ക് പോവാനുണ്ട്. അങ്ങനെയുള്ള ഹറക്കത്ത് ഉടനെ വരുന്നത് കൊണ്ടും അവിടെ ഇഫ്തിറാഷാണ് അഫ്ളൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറബ്ബു ഇരുന്നിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം, അതിന് മറുപടി, അതായത് തറബ്ബു ആണ് അഫ്ളൽ എന്ന് പറയുന്നവർ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറബ്ബു ആണല്ലോ ഇരുന്നത്. അപ്പോ അതിന് മറുപടി പറയുന്നു, വതറബ്ബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ തറബ്ബുവിന്റെ ഇരുത്തം ഇരുന്നത് ലി ബയാനിൽ ജവാസി, അങ്ങനെയും ഇരിക്കൽ ജായിസാണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. എന്നുകൂടി വെക്കുമ്പോൾ ഫ അഫ്ളലു, മത്തിനിൽ പറഞ്ഞ അഫ്ളൽ, ഇഫ്തിറാഷ് അഫ്ളലാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണെന്ന് അർത്ഥം വെക്കാൻ ശരിയല്ല. ഏറ്റവും ശ്രേഷ്ഠത ഉള്ളതാന്ന് വെച്ചാൽ റസൂലുള്ളാഹി തങ്ങളുടെ തറബ്ബു ഇരുന്ന ആ തറബ്ബു ചെറുതായി കാണലാകും. അതുമാത്രമല്ല, അഭിപ്രായ വ്യത്യാസം ഏറ്റവും എന്ന വിഷയത്തിലല്ല താനും അൽഹറും സാനിയും വരുന്നത്. അപ്പോ ഇവിടെയുള്ള അഫ്ളൽ ബി മഅന ഫാളിലിൻ, അതിനും മഹത്വമുണ്ട് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ രണ്ടും ഒരുപോലെയാണ്. ഫാളിൽ, ഇപ്പൊ ഫാളിൽ എന്നുള്ളതിന്റെ
എന്ന അർത്ഥത്തിനാണ് അഫ്ളൽ. അപ്പൊ ഇഫ്തിറാഷ് തറബ്ബുഇനേക്കാൾ മഹത്വമുള്ളതാണ്. തറബ്ബുഇന് ഫളില്ല. റസൂലുള്ളാഹി ഇരുന്നത് അത് ജായിസാണ്, വെറും ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഫളിലുണ്ട് എന്ന് വരുത്താനല്ല. വയംബഗി അനിവാര്യമാണ്. ഇനി അന്നഹു ലൗ തആറള തറബ്ബുഉ വതവറുക്കു, നമ്മൾ ഇഫ്തിറാഷും തറബ്ബുആണ് താരതമ്യം ചെയ്തത്, അല്ലെങ്കിൽ ഇഫ്തിറാഷും തവറുക്കുമാണ് താരതമ്യം ചെയ്തത്. എന്നാൽ തറബ്ബുഉം തവറുക്കും പരസ്പരം ഏതാണ് അഫ്ളൽ, അത് തമ്മിൽ തആറുളായാൽ ഖുദ്ദിമ തറബ്ബുഉ, തറബ്ബുഉ ഇരുത്തത്തെയാണ് മുന്തിക്കപ്പെടേണ്ടത്. കാരണം ലിജറയാനിൽ ഖിലാഫിൽ ഖവിയ്യി, ശക്തിയായ അഭിപ്രായ വ്യത്യാസം നടന്നതിന് വേണ്ടി ഫി അഫ്ളലിയത്തിഹി, തറബ്ബു ആണ് അഫ്ളൽ എന്നതിൽ അലൽ ഇഫ്തിറാഷ്, ഇഫ്തിറാഷിനേക്കാൾ തറബ്ബുവിനാണ് ഫളിലുള്ളത് എന്ന ആ ശക്തിയായ അഭിപ്രായ വ്യത്യാസം തറബ്ബുവിന്റെ കാര്യത്തിലാണ് വന്നത്. അതുകൊണ്ട് തറബ്ബുവിനെയാണ് മുൻഗണന നൽകേണ്ടത്. വലം യജ്രി ദാലിക, എന്നാൽ അങ്ങനെയുള്ളൊരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല ഫി തവറുക്കി, തവറുക്കിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞതിന്റെ ആകത്തുക ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് പറഞ്ഞാൽ ഫളുലുള്ളത് ഇഫ്തിറാഷാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനമുള്ളത് തറബ്ബു ആണ്. അത് കഴിഞ്ഞിട്ടാണ് തവറുക്കിന് സ്ഥാനമുള്ളത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.